മഴയായിട്ട് മൊത്തം പുല്ലായിപ്പോയി. നമ്മുടെ ഈ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ നമുക്കൊന്ന് റീപ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. നല്ലതണ്ടാ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും കുറേയൊക്കെ പോയിട്ടുമൊക്കെ ഉണ്ട്. ഇല്ല, അത് നശിച്ചൊന്നും പോകത്തില്ല, നല്ലപോലെ നിന്നോളും. നമ്മളിപ്പോൾ ഈ മഴ കൂടിയപ്പോൾ നമ്മളതിൻ്റെ റീപ്ലാന്റിങ് അങ്ങ് നമ്മളും മടിച്ചു, മഴയായി, മൊത്തം പുല്ല് കിളിച്ചു. എന്ത് പാടുപെട്ടാ ഞാൻ കൂർഗിയിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് അറിയാമോ? അത് നമ്മൾ റീപ്ലാന്റ് ചെയ്തതിലേ കേടായി പോകും, അങ്ങ് അഴുകി പോകും, കിടന്ന് അങ്ങനെ അതിൻ്റെ ഒരു രീതി. ഇത് ഒരുപാട് ഇനം ഉണ്ട്, ഇത് 5-6 സൈസുണ്ട്. ഇതിൽ നമുക്ക് ആ തണ്ട് പർപ്പിളായിട്ടുള്ളതാണ് നമുക്ക് ഉള്ളത്. നല്ലതാണ്, നമ്മളിത് എടുക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മളേ നേരത്തെ ഇവിടെ എടുത്തിട്ടിരുന്ന ഈ പണ ഇങ്ങനെ മണ്ണ് കോരി പണയാക്കി ഇട്ടിരുന്ന വാരം കോരുക എന്ന് പറയത്തില്ലേ, നമ്മളെടുത്ത് അങ്ങനെ ഇട്ടിരുന്ന. ഇതിനകത്ത് നമ്മൾ ഇട്ടോ, ഞാൻ ഇനി വരെ ഇട്ടിട്ടുണ്ടേ. മൊത്തം ഇട്ടു, കംപ്ലീറ്റ് ഇട്ടു. ഞാനൊന്ന് ഇളക്കി വരാം. ചാണകമുണ്ട്, കോഴിക്കാഷ്ടമുണ്ട്. മതി, അത്രയേ ഉള്ളൂ. വേറെ ഇതിനകത്ത് രാസവളമൊന്നുമില്ല, നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. എന്തി മക്കളെ, അവളെന്തി, ജാനും എന്തി? മക്കളെ കത്രിക ഇങ്ങനെ എടുത്തുണ്ടോ? കത്രിക നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ? ഇത് കണ്ടിട്ടില്ല, ഇല്ലയോ? തിന്നിട്ടേ ഉള്ളൂ. ഇതാണോ നടുന്നേ? ഇതാ മക്കളെ നടുന്നത്. പിന്നെ വേറെ എന്താ നടുന്നത്? കിഴങ്ങ് എത്ര കിഴങ്ങ് നീ കുഴിച്ചു വെക്കും? കിഴങ്ങ് കുഴിച്ചു വെക്കാം. കിഴങ്ങ് കുഴിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ, പിന്നെ കിഴങ്ങിനെ ആദ്യം ഒരു നല്ല കിഴങ്ങിനെ എടുത്ത് നിങ്ങൾ നനച്ച് അതിൽ നിന്ന് മുള പൊട്ടുമ്പം അതിനെ മണ്ണിനകത്ത് വെക്കണം. മണ്ണിനകത്ത് വെച്ചാൽ അതിൽ നിന്ന് ഒരുപാട് വള്ളി ഉണ്ടാവും. വള്ളി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വള്ളി എടുത്ത് നടാം. ഇതിപ്പോൾ ഇത് കണ്ടോ, ഇതേ കണ്ടോ, 1 2 3 4 ഈ 4 മുട്ട് വെച്ച് അങ്ങ് മുറിക്കും. കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഇത് നടാം നമുക്ക്. ആ 4 മുട്ട് ഇല എണ്ണി 4 മുറിക്കും. അത് ഇതിലെല്ലാം മിക്സായ വളമെല്ലാം മിക്സ് ആണോ? എടി വേണേ വലുതേ പിടിക്കും. ഇതേ പിടിക്കും. യുവജനത്തെ ഞാൻ ശരിയാക്കി തരാം. ഇട്ടോ, ധൈര്യമായിട്ട് ഇട്ടു. 4 എണ്ണം വെച്ച് മുറിച്ച് അങ്ങോട്ട് ഇടുക, അത്രേ ഉള്ളൂ. അതിനി മുറിക്കണ്ട, അത് വിട്ടേ. നിങ്ങൾ എന്നെ പഠിപ്പിക്കുവാണോ? എനിക്ക് വേണമെങ്കിൽ വെച്ച് തിന്നോണം. ഇത് എന്തോ സംഭവം? ഞങ്ങൾ റോഡിൽ അവിടെ ചേട്ടന്മാർ വിൽക്കുന്നതല്ല, ഇവിടെ ആകുമ്പോൾ നിനക്ക് കറക്റ്റ് അറിയാം എന്താ വളം അതിനിട്ടത്, എങ്ങനെ ഇത് ഉണ്ടായത്, എല്ലാം നിനക്കറിയാം. നിന്റെ വീട്ടിലുണ്ടാകും. മെനക്കെടുമ്പോഴാ ആരോഗ്യം നന്നായിട്ടിരിക്കുന്നത്, മനസ്സിലായോ? ഇതാണെങ്കിൽ ഭയങ്കര ഗുണമുള്ള സാധനമായത്. സൗന്ദര്യം വെക്കും. ഇത് വൈറ്റമിൻ എ ആണ് ഈ സംഭവം മെയിനായിട്ട്. ആയുസ് കൂട്ടുമെന്ന് യൂട്യൂബിലൊക്കെ കിടക്കുന്നതാണ്. എല്ലാവരും പറയുന്നുണ്ട് ആയുസ് കൂട്ടാൻ നല്ല സാധനം. ഇവിടത്തേക്ക് ആയി കാണൂ. നമ്മൾ മുറിച്ചോണ്ട് വന്ന് കൂടുതലായി പോയോ? അത് കുഴപ്പമില്ല, മുറിച്ചിട്ടോ. പിന്നെയും അടുത്തത് പിന്നെ ഇങ്ങോട്ട് മാറ്റി അടുത്ത പണം കോരി അങ്ങിടാം. ഓക്കെ, 4 വെച്ച് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെന്തോ കൊളസ്ട്രോളിന് കൺട്രോൾ ചെയ്യുന്നൊക്കെ ചില ഡോക്ടർമാരൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അറിയത്തില്ല. നേരത്തെ ആണെങ്കിൽ ഷുഗർ ഉള്ളവർ തിന്നരുതെന്ന, ഇപ്പൊ പറയുന്നു ഷുഗർ ഉള്ളവർ കഴിച്ചോളാൻ ആവശ്യം പോകും. ഇനി ഇതിൻ്റെ ഈ ഒരുപാട് നിൽക്കുന്ന ഇല ഇത് കണ്ടോ, കുറേ എണ്ണത്തിൻ്റെ ഇല അങ്ങോട്ട് അത് അവിടെ വെച്ചാലും മതി. ഇല അങ്ങ് കട്ട് ചെയ്ത് മുറിച്ച് ഇങ്ങനെ എടുക്കും. തണ്ട് മതി. അതൊരു വലിയ ടാസ്ക് ആയിട്ട് എടുക്കണ്ട, കട്ട് ചെയ്ത് കളഞ്ഞാൽ അത്രയും. അതിൻ്റെ പുറത്തിടണ്ട, മാറ്റി മുറിച്ച് കുറച്ച്. ഇതൊക്കെ ഒരു ടാസ്കാ. നമ്മൾ കടയിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചങ്ങോട്ട് തിന്ന ഒരു ടാസ്ക് സിമ്പിൾ പരിപാടി. പിന്നെ ഇതൊന്നും ഇപ്പം ആർക്കും വേണ്ടല്ലോ. ഇതൊക്കെ കപ്പക്കിഴങ്ങൊക്കെ ഇപ്പം എല്ലാവരും കപ്പക്കിഴങ്ങ്. ഇപ്പം മിക്കവാറും എല്ലാവരും വൈകിട്ടത്തെ അവരാഹാരം കപ്പക്കിഴങ്ങാണ്. ഇതിൽ എന്തൊക്കെയുണ്ട്, എന്ത് കരോട്ടീൻ എന്തൊക്കെ പറയുന്നതൊക്കെ എനിക്കറിയത്തില്ല. അങ്ങനെ ഓരോരുത്തരൊക്കെ അതിനകത്ത് ഡോക്ടർമാരൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. വൈറ്റമിനെ ഉണ്ടെന്നറിയാം, കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നല്ല. ഇതിൻ്റെ ഇല തോരൻ വെക്കാം കേട്ടോ, നല്ല ഇലയാണെങ്കിൽ. ഇതിപ്പം അത് ഇച്ചിരി കേടായത് കേടാവാത്ത ഇലയുണ്ട്, നമുക്കെടുത്ത് തോരനൊക്കെ വെക്കാം. നല്ലതാണ്, തേങ്ങ ഇട്ട്. പിന്നെ തോരൻ വെക്കുന്നത് തേങ്ങ ഇട്ട് ആണോ? ഞങ്ങളൊക്കെ തേങ്ങ ഇല്ലാതാണ് തോരൻ. അതാ ഇത് മൊത്തം ഇങ്ങനെ മണ്ണിൻ്റെ അകത്തോട്ട് 2 സൈഡും അന്നേരം കിളിച്ചോളും. കുഴിച്ച് വെക്കണോ അതോ ചുമ്മാ ഇടും? കിടത്തി ഇടുന്നത് ഇങ്ങനെ ചായച്ചിട്ട് മണ്ണങ്ങിട്ടാ. ഇതെവിടാ ഇവിടെ കിളിച്ചിരിക്കുന്നത്? ഇവിടെ 2 ഇടത്തുണ്ട്. അത് അവിടെ നമ്മൾ നട്ടിടത്തുണ്ട്. അതുകൂടാതെ അവിടെ ഇത് ഒരു പ്രാവശ്യം ഒരുപാട് കൂടിയപ്പോൾ ഞാൻ കുറേ തലപ്പ് വെട്ടി കളഞ്ഞപ്പോൾ അത് അവിടെ കിടന്ന് പിന്നെയും കളിക്കാൻ തുടങ്ങി. അത് തന്നെ കളിച്ചു വന്നത് നല്ലതാണ്. കൊള്ളാം പരിപാടി.
ആ തീർന്നില്ലയോ? ഇത്രയല്ലേ ഉള്ളൂ. അതാണ്ട് ഇവിടെ കിടന്ന് പൂത്തു. ഏതാ? അത് അങ്ങ് ആ കിടന്നു. അങ്ങ് കിടന്ന് കണ്ട് ഞാൻ നല്ല കണ്ടിട്ടില്ല, പൂവ്. ആദ്യമായിട്ട് കാണും. ആ നല്ല അത് ഇതിൽ ഈ പറഞ്ഞതുപോലെ ഇത് ഒത്തിരി ദിവസം കിടന്ന അങ്ങനെ വല്ലതും വരുമായിരിക്കും. ചെറിയ തടവെടുത്തു. മക്കളെ നിനക്ക് തടം എടുക്കാവോ? എങ്ങനെയാണെന്നറിയാവോ? അതൊക്കെ നമ്മളിപ്പോ തടവെടുക്കും. എന്നാ ഇങ്ങ് വാ. ഇപ്പൊ കണ്ടോണേ കത്രി കഴിഞ്ഞുണ്ട്. കത്രിയൊക്കെ ഇന്ന് അവിടെ കൊടുക്കും. എങ്ങനെയാണ് നമ്മള് ഇത്രയേ ഉള്ളൂ. ഫാമിങ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഇങ്ങനെ ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് അവിടെ നിന്ന് കണ്ടേ ഒരു 4 വിരൽ പുറത്തോട്ട് മാറി അടുത്തത്. ഞാൻ ചെയ്യാം. മനസ്സിലായാലും ഇത്രയും ദൂരത്തിൽ അങ്ങ് കളഞ്ഞുകൊണ്ടിരുന്നു കൊടുക്കാം. അതൊന്ന് നോക്കൊന്നും വേണ്ടടി. അളവൊന്നും എടുക്കണ്ട. ആദ്യം പഠിക്കുമ്പോ എല്ലാം ഒത്തിരി ദൂരം കൂട്ടണ്ട, കാരണം നമുക്ക് ഒരുപാടുണ്ട് നടാൻ. അത്രയേ ഉള്ളൂ. ഇച്ചിരൂടെ വീതി കുറച്ച് വെച്ചു. അത് ഇങ്ങോട്ട് അടുപ്പിച്ച് നട്ടു. ചെറിയ ഇതായിട്ട് മാന്തിയാൽ മതി മക്കളെ, വലിയ ഇതൊന്നും വേണ്ട, വലിയ ഇതൊന്നും ഉണ്ടാക്കണ്ട. ചെറിയതായിട്ട് അതൊന്ന് മൂടിക്കിടക്കാൻ മാത്രം. ഇത്ര ചെയ്തപ്പോഴത്തേക്ക് ക്ഷീണിച്ച്. അതിന് ഇതിന് വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. നമ്മള് വിയർപ്പിന്റെ അസുഖം. വിയർപ്പിന്റെ അസുഖമുണ്ടോ? എന്റെ നഖത്തിലൊക്കെ ചെളി പറ്റുന്നുണ്ട്. ഓഹോ, പക്ഷെ നല്ല രസമാണ് പുറത്തൊക്കെ. മക്കളെ ഇത് പുറത്തെ പണി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഇറങ്ങിയുണ്ട്, നല്ല രസമായി. വെയിലില്ലാത്ത സമയത്ത് ഇറങ്ങണമെന്നുള്ളൂ. വെയിൽ അടിച്ചാൽ നമ്മൾ ക്ഷീണിക്കും. വെയിൽ കൊള്ളാൻ നമുക്ക് ശേഷിയില്ല. ഇതെന്റെ അവിടെ പപ്പയും മമ്മിയും കണ്ടാണ്ടല്ലോ സഹിക്കത്തില്ല. അതെന്താ? അവരുടെ വീട്ടിൽ നീ കള്ളിയായിരിക്കും. അവിടെ എൻ്റെ വീട്ടിൽ അമ്മ ഇപ്പം പണിയെടുപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ മുറ്റത്തിറങ്ങത്തില്ലായിരുന്നല്ലോ എന്നിപ്പോ പറയും. വന്നപ്പോഴത്തേക്ക് മണ്ണ് കൂടിയപ്പായി. ആ മണ്ണ് കൂടുന്നത് ഇങ്ങോട്ട് തിരിച്ചിങ്ങിട്ടാൽ മതി. തിരിച്ചെടുക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കും. അന്നേരം ആ മണ്ണിൻ്റെ പ്രശ്നം അങ്ങ് മാറും. മനസ്സിലായി? ഇത് അങ്ങനെ എടുക്കും. തീർന്നു. ഇതെല്ലാം നമ്മുടെ ഐഡിയ ഉള്ളേ. ഐഡിയ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തു. അതിന് ഇതിന് വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഇതാണോ പണി? നടാൻ അറിയോ? വിരല് പോവെങ്കിൽ നടണ്ട. ഇവരെ കാര്യമൊന്നും ചുമ്മാ മണ്ണങ്ങിട്ട് വെച്ചാൽ മതി. ആ പൊങ്ങി നിൽക്കുന്ന ഇതുണ്ടല്ലോ, എന്തുവാ അങ്ങനല്ല. ഇങ്ങനെ നേരെ വെച്ചിട്ട് അങ്ങ് ചെയ്തേക്കുക. ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അതാണ്, ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അതിന് അത് വേണമെന്നില്ല. നിന്റെ കയ്യിൽ നിന്റെ കൂട്ടാക്സ് പോവെങ്കിൽ വെച്ചോ. മണ്ണിലോട്ടിറങ്ങി യുവതലമുറയ്ക്ക് ഇതൊരു മാതൃക. നീയാണോ യുവതലമുറയ്ക്ക് എന്നെ കണ്ട് എല്ലാവരും പഠിക്കണം. നല്ല കാര്യമാവും. ഇങ്ങനെയൊക്കെ ആയ ഗുണപ്പെടും. കണ്ടല്ലോ, യുവതലമുറയും ഞങ്ങൾ പ്രായമുള്ള കയ്യിലൊക്കെ ഇച്ചിരി മണ്ണൊക്കെ പറ്റും. അന്നേരം നമുക്ക് കഴുകി കളയണം. കൂട്ടക്സ് പോയെങ്കിൽ നമ്മൾ വീണ്ടും ഇടണം. മറ്റേ തലപ്പ് കൊണ്ടായിരുന്നെങ്കിൽ പറ്റത്തില്ലായിരുന്നു. ഏതാ ഇത് തിരിച്ചിടുക. അതുകൊണ്ട് അങ്ങനെ കണ്ടോ, അത് വെച്ചാകുമ്പോൾ ഈസിയാ. കണ്ടോ, എൻ്റെ മമ്മയ്ക്ക് എന്തൊക്കെ അറിയാമെന്നറിയോ? എന്നെ പഠിപ്പിക്കും. ഇവിടെ എല്ലാം ഈ പ്രോഡക്ട്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിൽ പേറ്റന്റ് എടുത്ത് വെച്ചിരിക്കുന്ന മമ്മയാണ്. ആ സ്ഥലം ഉള്ളിടത്ത് ഒരെണ്ണം കൂടെ അങ്ങ് ഇടയ്ക്ക് വെച്ചാൽ വെറുതെ ഇങ്ങനെ ഇത് കണ്ടോ, ഇത്രയൊന്നും എടുത്തു അങ്ങോട്ട് വെച്ചു, അങ്ങ് മൂടുക. പ്രശ്നം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചതാ. ഇന്ന് തീയതി എത്ര? ഇന്ന് 15. നിങ്ങൾ എണ്ണിക്കോ കൃത്യം 90ാമത്തെ ദിവസം നിങ്ങൾക്ക് ഇതിന്ന് കായ എടുക്കാം. 3 മാസം മതി. 90 ദിവസം മതി. 90 ദിവസം. വേറൊരു കാര്യമുണ്ട്, അത് കൂടുതൽ അവിടെ കിടന്നാൽ അത് പൊന്ത് പോലെ ആവും. പുറത്തേ ഉള്ളൂ കിടന്ന് കൂടുതൽ ദിവസമായ നടുന്നത് പൊക്കി എടുക്കാതെ. യുവതലമുറ പണിഞ്ഞ് സാധനം പുറത്തെടുക്കും. എല്ലാരും അങ്ങ് പഠിച്ചു വെച്ചിട്ടല്ലല്ലോ ഇതൊക്കെ ചെയ്യാം. നമ്മൾ പഠിക്കുമ്പോ അബദ്ധങ്ങളൊക്കെ പറ്റും. അങ്ങനെ നമ്മൾ തെറ്റുകൾ വരുത്തി വേണം നമ്മൾ പഠിക്കാൻ. ശരി, തെറ്റുകൾ വരുത്തിക്കോ, കുഴപ്പമില്ല. അപ്പൊ ശരിയായിക്കോളൂല്ലോ. തെറ്റുകൾ വരുത്തി പഠിക്കുക. തെറ്റുകളിൽ നിന്ന് നമ്മൾ ശരി പഠിക്കണം. തെറ്റ് വരുത്തുമ്പോഴേ നമ്മൾ പഠിക്കത്തുള്ളൂ. അതൊരു നല്ല ഐഡിയ. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് അല്ലല്ല തെറ്റുകളിൽ മതി കൂടുതൽ ഓവറാക്കണ്ട. കണ്ടോ എന്റെ വീർപ്പൊന്ന് കാണിക്കും. അധ്വാനിക്കുന്ന യുവജനതയുടെ വീർപ്പ്. എന്റെ വീർപ്പിന്റെ ബലം നമുക്ക് 3 മാസം കഴിയുമ്പോഴത്തേക്ക്. ഇതേ നോക്കിക്കോണേ, ഇല ഒരുപാട് വരരുത്. ഇല ഒരുപാട് മേലോട്ട് വന്നാൽ തലപ്പ് മുറിച്ച് മാറ്റിക്കോണം. തലപ്പ് ഒരുപാട് തലപ്പ് ഒരുപാട് വന്നാൽ കായ ഉണ്ടാവും. കായ ഉണ്ടായാൽ മുഴുക്കത്ത്. തലപ്പ് വന്ന് ഇതിന് അത്യാവശ്യം ജീവിക്കാനുള്ള തലപ്പ് കൊടുക്കും. ഒരുപാട് വന്നാൽ മുറിച്ച് മാറ്റിയേക്കുക. അതേസമയം നിങ്ങൾ ഗ്രോ ബാഗിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നട്ടിട്ട്
തലപ്പ് വരുന്നതനുസരിച്ച് ആ തലപ്പിനെ മൂടി ഗ്രോ ബാഗ് കവർ ചെയ്യുന്ന ഒരു മണ്ണിടാം. ഗ്രോ ബാഗിനകത്ത് ഇടാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രേറ്റ് ഉണ്ടല്ലോ, പച്ചക്കറിയുടെയൊക്കെ ക്രേറ്റ് ഉണ്ടല്ലോ തരത്തിലുള്ളത്, അതിനകത്ത് ചെയ്യാൻ പറ്റും. അണച്ചു പോയി അതെന്താ? ഓ അത് ആ പതിവില്ലാതെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടാ. അമ്മയാ ഇവിടെ എല്ലാം ചെയ്യുന്നേ. അപ്പ ഈ കള്ളനാ. ഞാൻ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഞാൻ കള്ളനായണ്ട ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നത്. ആ ഇതെല്ലാം അമ്മ ഉണ്ടാക്കിയതാ. വേരൊന്നും മണ്ടയ്ക്ക് പോകല്ലേ, ഞാൻ മാറ്റിയിട്ടേക്കുന്ന വേരൊന്നും മണ്ടയ്ക്ക് പോലും. വേര് മണ്ടയ്ക്ക് പോയി അതവിടെ കാല് വയ്യാത്ത ഞങ്ങളുടെ അമ്മ ഷൂ ഇട്ടുകൊണ്ട് കിളക്ക ഇറങ്ങിയ ആ ഒരു മനസ്സ് നിങ്ങൾ കാണാതെ. എന്നാലും നീ എന്റെ മനസ്സിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, മോശമായി. അപ്പയുടെ എന്റെ മനസ്സ് നല്ല പൊന്നു പോലത്തെ മനസ്സായി. മതി, വളമില്ലാത്ത മണ്ണ് വാരിയിടണ്ട, മണ്ടയ്ക്ക് താഴെ നിന്ന് വാരിയിടണ്ട. ഈ കൃഷിക്ക് ഇങ്ങനെ പണിയെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കിളിച്ചു വരുന്നത്. കൃഷിയുടെ കാര്യങ്ങളൊക്കെ കേട്ടോ. തലപ്പ് മുറിച്ച് കളയുന്ന കാര്യം മറക്കല്ലേ. അല്ലെങ്കിൽ ഇതിൽ കാ പിടിക്കത്തില്ല, കാ പിടിക്കുകയല്ല, കിഴങ്ങുണ്ടാകത്തില്ല, ഒരു കാര്യം ഉണ്ടാകും. ഇനി കിഴങ്ങാവുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ മതിയോ? അതിന് വലിയ വളമൊന്നും വേണ്ട അതിന്. പിന്നെ അഥവാ നിങ്ങൾക്ക് വളം വല്ലതും ഇടണമെങ്കിൽ ഇതിനകത്ത് എന്തുവാ പറ്റിയ വളമെന്ന് പറഞ്ഞാൽ നമ്മുടെ കടലപ്പിണ്ണാക്ക് നിങ്ങൾക്ക് പുളിപ്പിച്ചിടാം. പിന്നെ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചുകൊണ്ടിടാമെങ്കിൽ പൊടിപ്പിച്ച് കൊണ്ടുവന്നിടാം. പക്ഷേ അന്നേരം ഉറുമ്പെടുത്തുകൊണ്ട് പോകും. ഉറുമ്പെടുക്കാതിരിക്കാൻ നല്ലത് പുളിപ്പിച്ച് അങ്ങ് ഒഴിച്ചാൽ മതി. അത് 1 മാസം കഴിഞ്ഞ് ഒഴിച്ചാൽ മതി, ഇപ്പോഴൊന്നും വേണ്ട. കാരണം ഇതിന് വളം ഇപ്പം മിക്സ് ചെയ്തായിട്ടേക്കുന്നത്, അല്ല ഇതിനകത്ത് രാസവളമൊന്നും വേണ്ട. ഈ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്, നമ്മൾ കോഴിക്കാശ് ഇട്ടിട്ടുണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇട്ടേക്കുക. പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഇടാം, കലക്കി കൊണ്ട് ഒഴിക്കുകയൊക്കെ ചെയ്യും. കലക്കി ഒഴിക്കാം, നീ കലക്കി ഒഴിക്കാം. ഇതൊക്കെ ഒഴിക്കണം കേട്ടോ. നമ്മള് മധുരക്കിഴങ്ങ് ആക്കിയിട്ട് വൈകിട്ട് ഇറങ്ങി വന്ന് ഇതെല്ലാം ഒന്ന് ചെയ്യണം കേട്ടോ. അല്ല അതിനാ അമ്മ ഏൽപ്പിച്ചേക്കുന്നേ. ആണ്ടാ അപ്പായിരിക്കുന്നു. അതാണ്ട് മാന്തി എടുക്കുവോ ഓരോന്ന് കണ്ടോ. ഇപ്പൊ ഞാനാണോ തെറ്റിന്ന് പഠിച്ച അപ്പായിയാണോ തെറ്റി? എനിക്കറിയാതെ ശരിയാക്കാനും. മനസ്സിലായോ? അപ്പൊ ഇനി നമ്മള് അടുത്ത എന്തെങ്കിലും നടന്ന ഒരു വീഡിയോ ആയിട്ട് വരും. ഇനി വേറെ വല്ലതും നടന്നു അടുത്ത വീഡിയോ കാണാം.